നിലപാടല്ലേ പറയേണ്ടത്? മറുപടി വർഗീയപരമായ നിലപാടാണോ എടുക്കേണ്ടത് എന്നത് കോൺഗ്രസിന് നേരെയുള്ള ഒരു ചോദ്യമായി മാറുകയാണ്. അതുപോലെ ഷാബു കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നില്ല. സേനാപതി അതിനുള്ള മറുപടി കൂടി. അല്ല, വർഗീയപരമായ നിലപാടല്ല, വർഗീയതയ്ക്കെതിരെയുള്ള ഒരു നിലപാടാണ്. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അയോധ്യയിൽ പണിത ക്ഷേത്രവും ഹിന്ദുത്വ അജണ്ടയും മാത്രമായിട്ട് വന്ന ഒരു ഭരണകൂടത്തിനെതിരെ അവരെ ജനങ്ങൾ തിരിച്ചടി കൊടുത്തു എന്നത് അവരെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വർഗീയതയെ പ്രീണിപ്പിക്കുകയല്ല, വർഗീയതയ്ക്കെതിരെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ശബ്ദമാണ് അദ്ദേഹം ഇന്ന് ആ ചിത്രങ്ങളിലൂടെയും പ്രസംഗത്തിലൂടെയും അദ്ദേഹം പാർലമെന്റിൽ കാണിച്ചത്. ഇവിടെ ഞാൻ ഗോപകുമാർ സാറിന്റെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. ഇവിടെ മഞ്ജുഷ നമ്മൾ മനസ്സിലാക്കേണ്ടത് 10 കൊല്ലക്കാലത്തെ അനുഭവത്തിന്റെ തീച്ചൂളയിലാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നത്. ഗുജറാത്തിലെ ഒരു കോടതി 2 കൊല്ലം അദ്ദേഹത്തെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് വാർത്ത പുറത്തു വരുന്നതിന് മുമ്പ് ആ മനുഷ്യനെ പാർലമെന്റിൽ അയോഗ്യരാക്കുന്നു. 140 പാർലമെന്റ് അംഗങ്ങളെ അയോഗ്യരാക്കിക്കൊണ്ടാണ് 3 പ്രധാനപ്പെട്ട നിയമങ്ങൾ ഈ രാജ്യത്ത് പാസാക്കിയത്. ഒരു പ്രസംഗം പാർലമെന്റിൽ നടത്തിയതിന്റെ പേരിലാണ് മഹുവ മത്രയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയത്. ഞാൻ പറഞ്ഞത് 10 കൊല്ലം എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ഹനിച്ചുകൊണ്ട് നടത്തിയ ഒരു ഭരണം. ഇവിടെ ഷാബു പ്രസാദ് വളരെ എന്താ പറഞ്ഞേ, അദ്ദേഹം എത്ര ലാഘവത്തോടു കൂടിയാണ് പറയുന്നത് ഭരണഘടനയുടെ ഡെമ്മി. ആ ഭരണഘടനയുടെ ഡെമ്മിയുമായിട്ട് വരാൻ കാരണമുണ്ട്. അനന്തകുമാർ ഹെഗ്ഡെ എന്ന് പറയുന്ന നിങ്ങളുടെ കർണാടകത്തിൽ നിന്നുള്ള ഒരു MP പ്രസംഗിച്ചത് 400 സീറ്റ് നമുക്ക് കിട്ടിയാൽ നമ്മൾ ഭരണഘടനയെ തിരുത്തും. പല BJP-യുടെ നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞും പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെ മാറ്റാൻ നിങ്ങൾ 400-ലധികം അപ്പുറം വോട്ട് കൊടുക്കണം, സീറ്റ് കൊടുക്കണം എന്നുള്ളതല്ലേ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാൽ, മതത്തെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമോ എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ പരീക്ഷണത്തെ ഇന്ത്യയിലെ പൊതുസമൂഹം തിരസ്കരിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അവരെ അത് ഓർമ്മപ്പെടുത്തും. ആ ഓർമ്മപ്പെടുത്തലിന് ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില മാർഗങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധി ഉപയോഗിച്ചു എന്നത് മാത്രമാണ്. അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, രാഹുൽ ഗാന്ധിയുടെ പ്രൊവോക്കേഷൻ എന്താണ്? പ്രൊവോക്കേഷൻ ഉണ്ട് സാർ. കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ അനുഭവം അതാണ്. കഴിഞ്ഞ 10 കൊല്ലക്കാലം ഇന്ത്യയിൽ പ്രതിപക്ഷത്തിന് ശബ്ദിക്കാൻ ഞങ്ങൾക്ക് എണ്ണമില്ലായിരുന്നു എന്നുള്ള കുഴപ്പമല്ലേ ഉള്ളൂ. ഇവിടെ ഗോപകുമാർ സാർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ടല്ലോ, 1952-ലെ 51-ൽ തെരഞ്ഞെടുപ്പ് തുടങ്ങി 52-ൽ ആദ്യത്തെ ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റിൽ 26 സീറ്റ് മാത്രമുള്ള അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, അവരുടെ ആയിരുന്നു ഏറ്റവും വലിയ പാർട്ടി, വേറെ പാർട്ടികളൊന്നും ഇല്ലായിരുന്നു. ആ പാർട്ടിയുടെ നേതാവ് AK ഗോപാലിനെ പ്രതിപക്ഷ നേതാവായി നെഹ്റു എന്താ അംഗീകരിച്ചത്? AK ഗോപാലൻ സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ നെഹ്റു ഇരിക്കും. നെഹ്റു അല്ലേ ഈ പാരമ്പര്യം എല്ലാം കൊണ്ടുവന്നത്, ഈ ജനാധിപത്യ പാരമ്പര്യം. ഞങ്ങളെ ആ ജനാധിപത്യത്തിൽ നിന്ന് 10 കൊല്ലക്കാലം ഒരു മര്യാദയും ഞങ്ങളോട് കാണിക്കാതെ ഞങ്ങളെ ചവിട്ടി മെതിച്ച് അവസാനം ഒരു തെരഞ്ഞെടുപ്പിൽ ജനുവരി മാസം 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ നടത്തിയതിന്റെ പേരിൽ ഈ രാജ്യത്ത് വോട്ട് ചോദിച്ച് ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന ഒരു സർക്കാരിനോട്, ആ ഭിന്നിപ്പിക്കലിനെതിരെയാണ് ഞങ്ങൾ ഷാബു പറഞ്ഞത് ഇങ്ങനെ പ്രസംഗിച്ചോട്ടെ എന്നാണ്. ഇങ്ങനെ പ്രസംഗിച്ചോട്ടെ, അത് BJP-ക്ക് നല്ലതാണെന്നാണ്. ഈ രീതിയിൽ തന്നെ രാഹുലിന്റെ പ്രസംഗം പോണം, അത് BJP-ക്ക് നല്ലതാണ്, ഉപയോഗിക്കാൻ പറ്റിയതാണെന്നാണ്. അല്ല, അത് നല്ലതായതുകൊണ്ടാണല്ലോ 303-ൽ നിന്ന് 240-ലേക്ക് വന്നത്. BJP കഴിഞ്ഞ 10 കൊല്ലക്കാലമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം രാഹുൽ ഗാന്ധിയെ ഒളിഞ്ഞും തെളിഞ്ഞും ഏതൊക്കെ രീതിയിൽ ആക്രമിക്കാവുന്നോ ആ രീതിയിലുള്ള ആക്രമണങ്ങളെല്ലാം നടത്തിയല്ലോ. ആ മനുഷ്യൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടം. ഞങ്ങളുടെ നേതാക്കന്മാർ പ്രമുഖരെല്ലാം പോയല്ലോ. ഞങ്ങളുടെ നേതാക്കന്മാര് പ്രമുഖരായിട്ടുള്ള മുഴുവൻ ആളുകളും, എത്രയോ പ്രമുഖന്മാരായ നേതാക്കന്മാരാണ് പോയതിനു ശേഷം ഇനി കോൺഗ്രസിൽ കപിൽ സിബലിനെ പോലുള്ള ആളുകൾ പോയി. അതുപോലെ തന്നെ കശ്മീരിൽ നിന്നുള്ള പ്രമുഖരായ നേതാക്കൾ അദ്ദേഹം പോയി. അപ്പോ ഇങ്ങനെ പ്രമുഖന്മാർ, അശോക് ചൗഹാനെ പോലുള്ള നേതാക്കൾ, ഇവരെല്ലാം പോയതിനു ശേഷം ഇനി ഇത് അവശേഷിക്കില്ല എന്ന് എല്ലാവരും തീരുമാനിച്ചപ്പോഴും ഈ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 52-ൽ നിന്ന് 101-ലേക്ക് ഞങ്ങളെ എത്തിക്കുവാനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ അംഗസംഖ്യ 233-ൽ എത്തിക്കാനും ആ മനുഷ്യൻ നടത്തിയ പോരാട്ടം, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, ആ പ്രസംഗത്തിലാണ്. ഷാബു പ്രസാദ് മനസ്സിലാക്കണം, നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം 1,52,000 ആയിരിക്കുമ്പോ ഞങ്ങളുടെ നേതാവിന്റെ ഭൂരിപക്ഷം 3,90,000-ഉം 3,36,000-ഉമാണ് 2 പാർലമെന്റ് സീറ്റിൽ അദ്ദേഹത്തിന് കിട്ടിയത്. UP-യിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ശ്രീ രാഹുൽ ഗാന്ധി ജയിച്ചത്. ഈ പ്രസംഗങ്ങളൊക്കെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ആ പ്രസംഗം എവിടെ കൊള്ളണമോ അവിടെ കൊണ്ടു.
എന്നുള്ളതിന്റെ വേദനയാണ് ഇപ്പോ പാർലമെന്റിൽ നടത്തുന്നത്. ഇവര് മറുപടി പ്രസംഗം നടത്തിക്കോട്ടെ, ഞങ്ങൾക്കൊരു വിരോധവുമില്ല. ഞങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കാൻ, മതേതരത്വം സംരക്ഷിക്കാൻ, മതന്യൂനപക്ഷങ്ങളും ഈ നാട്ടിലെ പൗരന്മാരാണ്, അവരുടെയും അവകാശങ്ങൾ ഉറപ്പുവരുത്തണം. അതിനുവേണ്ടിയുള്ള പോരാട്ടം. ഞങ്ങൾ നീറ്റ് പരീക്ഷ എഴുതിയവരോടൊപ്പം നിൽക്കുന്നു. ഞങ്ങൾ അഗ്നിവീർ പദ്ധതിയിലൂടെ ഈ ഗവൺമെന്റ് തകർക്കുന്ന ചെറുപ്പക്കാരുടെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്. 14 പാലമാ ബീഹാറിൽ കഴിഞ്ഞ 3-4 ദിവസത്തിനകം തകർന്നു വീണത്. 3 എയർപോർട്ടിന്റെ മേൽക്കൂര ഇദ്ദേഹം വന്നതിന് ശേഷം നടത്തിയ നിർമ്മാണങ്ങളും ഉദ്ഘാടനങ്ങളും മുഴുവൻ. ഇതൊക്കെ എന്താ മഞ്ജുഷ സൂചിപ്പിക്കുന്നത്? നമ്മുടെ ചർച്ചയുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. വലിയ അഴിമതി കഴിഞ്ഞ 10 കൊല്ലം ഈ രാജ്യത്ത് നടത്തിയ നിർമ്മാണങ്ങളുണ്ട്. അതൊക്കെ ഒന്നൊന്നായി പാർലമെന്റിൽ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. ആ പ്രസംഗങ്ങളുടെ ഒക്കെ ഒരു തുടക്കമാണ് ഇന്ന് നന്ദി പ്രമേയ പ്രസംഗത്തിൽ തുടക്കം മാത്രമെന്നാണ്